ഇപ്പോൾ രാജ്യത്തുടനീളം CJP പ്രതിഷേധത്തിനുള്ളൊരു പിന്തുണ ഉയർന്നു വന്നിരിക്കുന്നു. എല്ലാം കലാ സാംസ്കാരിക സിനിമാ രംഗത്തെ എല്ലാ പ്രമുഖരും പിന്തുണ അർപ്പിക്കുന്നു. ഇപ്പോൾ മമ്മൂട്ടി ഈ പ്രതിഷേധത്തിനുള്ള എല്ലാ പിന്തുണയും അർപ്പിച്ചിരിക്കുന്നു. മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ദ യൂത്ത് ആർ ദ ട്രൂ ട്രഷർ ഓഫ് അവർ നേഷൻ, ലിസൺ ടു ദിയർ വോയിസ്, പ്രൊട്ടക്ട് ദം, എംപവർ ദം എന്നാണ്. ഇപ്പോൾ മമ്മൂട്ടിയും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഈ പ്രതിഷേധത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അർച്ചന കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അർച്ചന, ഇതാ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. യുവത്വത്തെ സംരക്ഷിക്കണം, അവരുടെ ശബ്ദം കേൾക്കണമെന്നാണ് മമ്മൂട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലായിടത്തു നിന്നും വളരെ വലിയ തരത്തിലുള്ള പിന്തുണ ഉയർന്നു വരുന്നു അല്ലേ? സിന്ധുവിനെ തീർച്ചയായും വലിയ പിന്തുണ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഈ സമരത്തിന് നൽകുന്നത്. അതിൻ്റെ ഈ രാഷ്ട്രീയപരമായും കലാപരമായും ഒക്കെയുള്ള ഇത്തരത്തിൽ ഇവരെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും അടിച്ചമർത്തുകയൊക്കെ ചെയ്യുന്നതിനിടെയാണ് മമ്മൂട്ടി തന്നെ ഇത്തരത്തിൽ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഈ വിദ്യാർത്ഥികൾ. അവരെ കേൾക്കണം, അവരുടെ ശബ്ദം കേൾക്കണം, അവരെ ശാക്തീകരിക്കണം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തായാലും വലിയ സമരം തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. അതിനിടെ പോലീസ് അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു, സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അതിപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് മമ്മൂട്ടിയെ പോലുള്ള പ്രമുഖ നടന്മാരും ഒപ്പം മറ്റ് കലാരംഗത്തെ പ്രമുഖരുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചെത്തുന്നത്. തെരുവുകളടക്കം ഇത്തരത്തിൽ സമരവേദിയാകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അവിടങ്ങളിലെല്ലാം തന്നെ വലിയ താരനിരയൊക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുകൊണ്ട് എത്തുന്നുണ്ട്. കൊച്ചിയിൽ തന്നെ ഒരുപാട് പേർ ഇത്തരത്തിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ വലിയ രീതിയിൽ പിന്തുണയുമായി എത്തുകയാണ്. ടൊവിനോ തോമസ് അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അടക്കമുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഈ BJP അല്ലെങ്കിൽ RSS നേരിടുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ടൊവിനോയുടെ മുന്നിൽ യുവമോർച്ച ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നു. ഒപ്പം വിസ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം, വിസ്മയ്ക്കും മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ പിന്തുണയുമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകൾ സിനിമാ രംഗത്തെയും ഒപ്പം തെന്നിന്ത്യൻ സിനിമയിലെയും ഒക്കെ ആളുകൾ ഇത്തരത്തിൽ രംഗത്തെത്തുന്നത്. ആലിയ ഭട്ട് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രമുഖർ സിനിമാ രംഗത്ത് നിന്നും പിന്തുണയുമായി വിദ്യാർത്ഥികൾക്ക് എത്തുന്നുണ്ട്. എന്തായാലും അതിനിടെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇതേ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ എത്രയും വേഗം രാജിവെപ്പിക്കണം എന്താണ് ഇവരുടെ ആവശ്യം. ആ ആവശ്യം കൈക്കൊള്ളാതെ സമരത്തെ അടിച്ചമർത്തുന്ന, ഈ പ്രതിഷേധങ്ങളെ സ്വരങ്ങളെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ അത് ആ രീതിയിൽ തുടരുകയാണ്. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുന്നത്. വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്, അവരുടെ ശബ്ദം കേൾക്കണം, അവരെ ശാക്തീകരിക്കണം എന്നാണ് മമ്മൂട്ടി ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശരി അർച്ചന പറഞ്ഞതുപോലെ തന്നെ ലോകത്തെങ്ങു നിന്നും എല്ലായിടത്തു നിന്നും ഈ ഒരു പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ നിമിഷവും CJP പ്രതിഷേധത്തെ, യുവാക്കളുടെ ആവശ്യങ്ങളെ, യുവാക്കളുടെ ശബ്ദത്തെ പിന്തുണയ്ക്കുവാൻ എല്ലായിടത്തു നിന്നും ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ യുവാക്കളുടെ ശബ്ദം രാജ്യം കേൾക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പിന്തുണ ഈ CJP പ്രതിഷേധത്തിന് ലഭിക്കുന്നു.